ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു കേട്ടോ. സോ അതിനുവേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ കേക്കൊക്കെ ഉണ്ടാക്കി, ഒരു 3 ടയർ കേക്കൊക്കെ ഒരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ അങ്ങനെയൊന്നും എടുത്തൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ അന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് കാണിക്കാൻ പോകുന്നത്. ബേസിക്കലി അതൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ മുകളിലാണ് കേക്ക് ഡെക്കർ ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്ക് ഡെക്കറിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കേക്കല്ലേ, അപ്പോൾ ഞാൻ 3 കേക്കായിട്ടാണ് ഉണ്ടാക്കണേ. അതും ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കണമെന്നുള്ളൂ. അപ്പോൾ 3 കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് മൈദ എടുത്താലും കേക്ക് ഞാൻ ലെവൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഫുൾ കേക്ക് യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിലേക്ക് കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ട് നന്നായി സീവ് ചെയ്തെടുക്കുക. നന്നായി അരിച്ച് 3 പ്രാവശ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം, നല്ലതാണ്. പിന്നെ ഇതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട്. ഇതൊരു 9 മുട്ട ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. കുറച്ചൊക്കെ ഇപ്പോൾ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിൽ അതേ അളവ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഓയിൽ, തൈര്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് വാനില എസൻസ് എല്ലാം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, ഇത് ഞാനിപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര പൊടി എന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് പഞ്ചസാര. അപ്പോൾ ഏകദേശം ഒന്ന് അലിഞ്ഞു വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സ് ചെയ്തു. ബീറ്റർ വെച്ച് നന്നായിട്ട് മുട്ട മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ എഗ്ഗിൻ്റെ ചൊയൊന്നും വരില്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ബാച്ചായിട്ട് ആഡ് ചെയ്യുക. ബാച്ചായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കട്ട പിടിക്കാതിരിക്കും. അപ്പോൾ ഞാനിതൊരു 2-3 ബാച്ചായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഇതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കേക്കും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കേക്ക് നമ്മുടെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറുമ്പോൾ ഞാൻ അതിനെ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. നന്നായി ഡീറ്റെയിൽ ആയിട്ട് ലെയർ ചെയ്തിരിക്കുന്നതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെൻ്റെ ലിങ്ക് ലാസ്റ്റ് കൊടുക്കാം. മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ള് ലെയർ ചെയ്ത് അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. ഷുഗർ സിറപ്പ് എല്ലാ ഇതിലേക്കും ആഡ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായി കിട്ടും. കുറച്ച് നേരം ആ ബാറ്റർ പുറത്തിരുന്നതല്ലേ, അത് കാരണം കൊണ്ട് വിനീഗർ ഒഴിച്ചു. നെക്സ്റ്റ് കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ കൊണ്ടുപോവാണ്. റോസ്റ്റിംഗ് ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ ഒരു വൈറ്റാണ് ഉദ്ദേശിച്ചത്. ഒരു വെഡ്ഡിങ് കേക്ക് എന്നൊക്കെയുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം എടുത്തത്. ബട്ടർ ക്രീം അല്ല എടുക്കുന്നത്. ബട്ടർ ക്രീം ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ബട്ട് ബട്ടർ ക്രീമിൻ്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ല ഞങ്ങൾക്ക്. അത് കാരണം കൊണ്ട് നമ്മളുടെ വിപ്പിംഗ് ക്രീം തന്നെ വെച്ച് നല്ല കട്ടിയായിട്ട് വിപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ലെയേഴ്സും പിന്നെ കുറച്ച് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ജ്യൂസിനസും ആ ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കേക്ക് വിപ്പിംഗ് ക്രീമും ഇതേപോലെ സിറപ്പും ഒഴിച്ച് ലെയറാക്കി അതിന് കംപ്ലീറ്റ് ഒരു ബേസ് കോട്ട് നമ്മൾ കൊടുക്കുകയാണ്. ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിനെ 1 മണിക്കൂറിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. സെയിം പ്രോസസ്സ് ഞാൻ 3 കേക്കിനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കേക്ക് കംപ്ലീറ്റ്ലി എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ്, ഇവിടെ ചുമ്മാ ഒരു പ്ലാസ്റ്റിക് പൈപ്പിംഗ് ബാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിബൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെക്സ്റ്റ് ലെയർ ഓഫ് കേക്ക്സ് ഡെക്കർ ചെയ്യാൻ വെക്കണം. അപ്പോൾ മറ്റുള്ള കേക്കുകളും, അതായത് 2 കേക്കും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ബാംബൂ സ്റ്റിക്സ്, അതായത് നമ്മുടെ ചൂരലിനെ ഒടിച്ചിട്ട് ഈ ഒരു ഷേപ്പും സൈസും ആക്കിയതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റ് കേക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ മുകളിൽ കേക്ക് വയ്ക്കുമ്പോൾ ചിലപ്പോൾ താഴത്തെ കേക്ക് ഇടിയാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിക്ക് വയ്ക്കണത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ കിട്ടുന്നില്ല. സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ വെച്ചാലും മതി, അത് ബേസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നമ്മുടെ സാധാരണ കേക്ക് ഡെക്കറേഷനാണ്. സോ അത്രയും ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ബേസായിട്ട് എല്ലാ ഫുൾ കേക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് ഡിസൈനായാലും ഡെക്കറേഷനായാലും എല്ലാത്തിലും വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ കളറോ ഒന്നും ഇപ്പം ചേർത്തിട്ടൊന്നുമില്ല. കാരണം ഒരു ഫുൾ വൈറ്റ് കേക്ക്, ഞാൻ പറഞ്ഞു ഫുൾ വൈറ്റ് കേക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ കളറൊന്നും ചേർക്കാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലും മുകളിലും താഴെയും ഒക്കെ ഞാൻ ബീഡ്സ് പോലെ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറിനും ഇതേപോലെ തന്നെ ബീഡ്സ് പോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഒരു ചെറിയ കേക്കും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ബാക്കി വന്ന കേക്ക് ആക്ച്വലി കേക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മുകളിലുള്ള കേക്കിന്, അതിൻ്റെ ആ സൈസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ബാക്കി കേക്ക് ഞാനൊന്ന് ജാർ കേക്ക് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ വേഗം വിപ്പിംഗ് ക്രീം ആയ കാരണം കൊണ്ട് വേഗം ഡെക്കറേഷൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇച്ചിരി ഇങ്ങനെ ലൂസായി പോകും. അത് ഉണ്ടാവാതിരിക്കാൻ വേഗം ചെയ്തു. പിന്നെ വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിങ് ആക്കി. നിങ്ങൾക്ക് ലാഗ് വേണ്ട അല്ലെങ്കിൽ കണ്ടിട്ട് ബോറടിക്കേണ്ട എന്നുള്ള കാരണം കൊണ്ട് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിങ് ആക്കിയതാണ് കേട്ടോ. സോ മുകളിലും താഴെയും ഞാൻ ഇതേപോലെ ബീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ക്രോസിൻ്റെ ഉള്ളിൽ ഓരോ ബീഡ്സ് പോലെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കേക്ക് ആക്ച്വലി ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയർ മാത്രമേ ഡെക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ട്രസ്ലെച്ചസ് കേക്കിലൊക്കെ ഉണ്ടാകുന്ന പോലെ സാധാരണ പൈപ്പിംഗ് ബാഗിൽ വലിയ ബീഡ്സ് ആയിട്ട് കൊടുത്ത് ഫുള്ളി കംപ്ലീറ്റ്ലി ഒരു ക്രൗൺ പോലെ കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി വെഡിങ് ആനിവേഴ്സറി കേക്ക് ഇവിടെ റെഡിയായി. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ഫുഡ് റെസിപ്പീസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജസും ഒക്കെ ഉണ്ടായാലും നമ്മളിങ്ങനെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാത്ത ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ബൈ.